മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അനിൽ പറയുന്നു. ശ്വാസം മുട്ടുമൂലം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോവാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വീട്ടിൽ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് എന്നും ആംബുലൻസ് ഡ്രൈവർ അനിൽ പറഞ്ഞു. നമ്മളോട് പറഞ്ഞത് എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുവന്ന ഭാഗത്താണ് കോഡ് വന്നത്. നമ്മൾ വിളിച്ചു ചോദിച്ച് എന്ത് പറ്റിയതാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പ്ലാൻ ചെന്ന് ചെയ്യാണ്, ശ്വാസം മുട്ട് പറ്റി മരിച്ചതാണ് എന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് കാണുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ടിൻ്റെ മേളിൽ ബോഡി കിടത്തിയിട്ട് തുണിയും കൊണ്ട് പൊതിഞ്ഞ് പായും കൊണ്ട് പൊതിഞ്ഞായിരുന്നു ബോഡി കിടക്കുന്നത് കണ്ട്. നമ്മൾ നേരെ എറണാകുളം ചെന്ന് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളവിടെ വണ്ടി നിർത്തി. അപ്പോൾ അവർ കുറച്ച് നേരം നിന്നതിൻ്റെ അവർ ലാസ്റ്റ് പറഞ്ഞു ബോഡി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിന് ഞങ്ങൾക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ അവിടുത്തെ പാർട്ടിക്കാരും ഇവിടുന്ന് പോയ ആൾക്കാരും തമ്മിൽ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള ഒരാളോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതേ മോഡല് പ്രസവത്തിൻ്റെ ഇടയ്ക്ക് മരിച്ചതാണ്, 5ാമത്തെ പ്രസവമായിരുന്നു. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തേക്ക് വരികയാണ്. ഈ മരണവിവരം മറച്ചുവെക്കുവാനും അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശാന്തകുമാർ? ഡ്രൈവർ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ലക്ഷ്മി. കാരണം തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതായത് ഒരു വൃദ്ധയായ സ്ത്രീ ശ്വാസമുട്ട് മൂലം മരണം സംഭവിച്ചു, അവരുടെ മൃതദേഹം കൊണ്ടുപോകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഈ മൃതദേഹം പായയിൽ കെട്ടിയ നിലയിലായിരുന്നു, തുണിയിലെല്ലാം കെട്ടി പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തൊന്നും സംശയം തോന്നിയിരുന്നില്ല. ഒപ്പം മറ്റൊരു കാറിൽ ഈ ചെറിയ ഒരു കുട്ടിയുമായി വേറെയും 3-4 സ്ത്രീകൾ ഈ ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു എന്ന് ഈ അനിൽ പറയുന്നുണ്ട്. അതിനുശേഷം പെരുമ്പാവൂരിലെ ഈ വീട്ടിൽ യുവതിയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് മൃതദേഹം ഇറക്കുന്നതിനെ ചൊല്ലി തർക്കവും ചില സംശയങ്ങളും എല്ലാം ഉണ്ടായി സംഘർഷത്തിലേക്കൊക്കെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോഴാണ് തങ്ങളും ഈ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കുന്നത് എന്ന് അനിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും ഇയാൾ ആകെ ദുരൂഹതയുള്ള ഒരു പ്രസവ മരണം തന്നെയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഈ മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഉണ്ടായത്. അത് ഈ ഭർത്താവിന്റെ നിർദ്ദേശവും ആവശ്യപ്രകാരം അവർ നേരത്തെയും നേരത്തെയുള്ള 2 പ്രസവവും ഇതുപോലെ വീട്ടിൽ വെച്ച് തന്നെ നടന്നതാണ്. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ രക്തം വാർന്ന ഈ യുവതി മരിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ഇയാളുടെ നിർബന്ധം പ്രകാരമായിരുന്നു അത് എന്നുള്ളതെല്ലാം പിന്നീട് പുറത്തു വരികയും ചെയ്തതാണ്. ഇപ്പോൾ ഈ സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്.